നമസ്കാരം, ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. ഏങ്ങണ്ടിയൂരിൽ ഗവർണർക്ക് നേരെ SFIക്കാരുടെ കരിങ്കൊടി പ്രതിഷേധം നടന്നു. 10ഓളം വരുന്ന പ്രവർത്തകർ ചേർന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനത്തിന് നേരെ കരിങ്കൊടി വീശിയത്. ഇവരെ അവിടെ ഉണ്ടായിരുന്ന BJP RSS അനുയായികൾ മർദ്ദിക്കുകയും ചെയ്തു. ഗവർണർക്ക് ഏർപ്പെടുത്തിയിരുന്ന CRPF പോലീസ് സുരക്ഷകൾ മറികടന്നാണ് SFI പ്രവർത്തകർ എത്തി കരിങ്കൊടി കാണിച്ചത്. ഏങ്ങണ്ടിയൂർ ദീനദയാൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റിന് കീഴിലുള്ള സരസ്വതി വിദ്യാനികേതനിൽ ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു ഗവർണർ. കനത്ത സുരക്ഷാ വലയം ഭേദിച്ച് കരിങ്കൊടിയുമായി എത്തിയ SFI പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ സ്ഥലത്ത് ഏറ്റുമുട്ടുകയായിരുന്നു. 2 ദിവസങ്ങളിലായി ജില്ലയിൽ ഗവർണർ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിന് എത്തിയതായിരുന്നു. പുത്തൻപീടിക തോന്നിയകാവ് ഭഗവതി ക്ഷേത്രം അശ്വതിവേല ആഘോഷത്തിന്റെ ഭാഗമായി 10+ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾക്ക് സൗജന്യ ശീതളപാനീയ വിതരണം നടത്തി. തോന്നിയകാവ് അമ്പല പരിസരത്ത് നടന്ന സൗജന്യ ശീതളപാനീയ വിതരണം താന്യം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ പുത്തൻപീടികയിൽ വ്യാപാരി വ്യവസായി അംഗമായ ആൽവിൻ AVക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. 10+ കൂട്ടായ്മ പ്രസിഡന്റ് ബിമൽ തണ്ടാശ്ശേരി, സെക്രട്ടറി മണിലാൽ തണ്ടാശ്ശേരി, ട്രഷറർ രാകേഷ് വട്ടുകുളം, പ്രതീഷ് എന്നിവർ പ്രസംഗിച്ചു. ബിനോയ് TR, സതീഷ്, സനോജ് എന്നിവർ നേതൃത്വം നൽകി. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് താന്യം ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആൻഡോ തൊറയൻ, മിനി ജോസ്, കോൺഗ്രസ് നേതാക്കളായ CT ജോസ്, MB സജീവൻ, KN വേണുഗോപാൽ, VK പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു. മണലൂർ സെന്റ് തെരേസസ് UP സ്കൂളിൽ വായനകൂട്ടം പരിപാടി ഉദ്ഘാടനം BRC ട്രെയിനർ സീമാജി നായർ നിർവഹിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ വിന്നി അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ ലിസ്ന ടീച്ചർ നേതൃത്വം നൽകി. 45ഓളം കുട്ടികൾ വായനക്കൂട്ടം പരിപാടിയിൽ പങ്കെടുത്തു. ചേറ്റുവ MES സെന്ററിന് കിഴക്കുവശം ചെമ്പൻ ചന്ദ്രൻ ഭാര്യ പുഷ്പാവതിക്ക് ഏങ്ങണ്ടിയൂർ ലയൺസ് ക്ലബ്ബ് സൗജന്യമായി വീട് പണിത് നൽകി. മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാൻ ലയൺ സുഷമ നന്ദകുമാർ താക്കോൽദാനം നിർവഹിച്ചു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതു കണ്ണൻ അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർപേഴ്സൺ ലയൺ VJ തോമസ്, ക്ലബ് പ്രസിഡന്റ് ലയൺ ഡോക്ടർ EK രാമചന്ദ്രൻ, സെക്രട്ടറി ലയൺ NS രവി, ട്രഷറർ ലയൺ ശ്രീനിവാസൻ, ലയൺ PK രാജശേഖരൻ, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹർഷവർദ്ധൻ, പഞ്ചായത്ത് മെമ്പർമാരായ സതീശൻ പനക്കൽ, ബാബു ചെമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിലെ ഇത്തവണത്തെ പൂരാഘോഷത്തിൽ പങ്കെടുക്കാൻ തൃക്കടവൂർ ശിവരാജു എത്തുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനു ശേഷം 7,11,111 രൂപയുടെ റെക്കോർഡ് ഏക്കത്തുകയ്ക്കാണ് ആലപ്പാട് പുള്ള് പുറത്തൂർ ദേശത്തിന്റെ കോലവുമായി തൃക്കടവൂർ ശിവരാജു എത്തുന്നത്. ഇക്കഴിഞ്ഞ മാസം അന്തിക്കട പുത്തൻപള്ളിക്കാവ് പൂരത്തിന് എഴുന്നള്ളിപ്പിന് തിടമ്പേറ്റുന്നതിൽ ചിറക്കൽ കാളിദാസൻ എന്ന ആനയുമായി ഉയരത്തിന്റെ കാര്യത്തിലുണ്ടായ തർക്കത്തെ തുടർന്ന് തിടമ്പ് നഷ്ടമായ ആനയാണ് ശിവരാജു. 2012 ഫോറസ്റ്റ് രേഖകൾ പ്രകാരം ശിവരാജുവിന് 311 സെന്റിമീറ്ററും ചിറക്കൽ കാളിദാസിന് 308 സെന്റിമീറ്ററും ഉയരമാണുള്ളതെന്ന് രേഖ ലഭിച്ചിട്ടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും ലഭിച്ച തെറ്റായ മറ്റൊരു രേഖയുടെ അടിസ്ഥാനത്തിൽ ശിവരാജുവിന് തിടമ്പ് നൽകാതെ ചിറക്കൽ കാളിദാസിന് നൽകുകയായിരുന്നു. നവഭാരത് പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ സന്തോഷ് വാര്യർ, സജയ് മാണിക്കത്ത് എന്നിവർ വിവരാവകാശ നിയമപ്രകാരം ഇത് സംബന്ധിച്ച് രേഖ നേടിയെടുക്കുകയായിരുന്നു. അന്ന് പൂരാഘോഷത്തിനിടയിൽ നാട്ടുകാർ തമ്മിൽ ഉണ്ടാകുമായിരുന്ന വഴക്ക് ഒഴിവാക്കുന്നതിനായി കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുക്കാതെ വിട്ടുനിന്ന ശേഷമാണ് ഇപ്പോൾ ആലപ്പാട് പുള്ള് പുറത്തൂർ ദേശത്തിനു വേണ്ടി തൃക്കടവൂർ ശിവരാജു വീണ്ടും എഴുന്നള്ളിപ്പിനായി എത്തുന്നതെന്ന് കൗതുകവും ഇതിനെ പിറകിലുണ്ട്. മാർച്ച് 1 വെള്ളിയാഴ്ചയാണ് ഈ വർഷത്തെ പെരിങ്ങോട്ടുകര പൂരം.
നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും വ്യവസായ വകുപ്പിന്റെയും നേതൃത്വത്തിൽ നാട്ടിക പഞ്ചായത്ത് ഹാളിൽ വെച്ച് ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.ആർ. ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സന്തോഷ്, മെമ്പർമാരായ ഗ്രീഷ്മ സുഖിലേഷ്, CS മണികണ്ഠൻ, സുരേഷ് ഇയാനി, ഐഷാബി അബ്ദുൽ ജബ്ബാർ, നികിത പി രാധാകൃഷ്ണൻ, CDS ചെയർപേഴ്സൺ കമലം ശ്രീകുമാർ, വ്യവസായ വികസന ഓഫീസർ നവ്യ രാമചന്ദ്രൻ, വ്യവസായ വകുപ്പ് എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഹരിത PS എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിക്കും. 13 ഇനം സാധനങ്ങൾക്ക് നൽകി വന്നിരുന്ന 55% സബ്സിഡി 35% കുറച്ചു. 8 വർഷത്തിന് ശേഷമാണ് സപ്ലൈകോ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത്. എങ്കിലും പൊതുവിപണിയിലെ വിലയിലും കുറവായിരിക്കും സപ്ലൈകോ വഴി ലഭിക്കുന്ന സാധനങ്ങളുടെ വില. വിദഗ്ധ സമിതിയുടെ ശുപാർശയെ തുടർന്നാണ് മന്ത്രിസഭ സബ്സിഡി കുറക്കാൻ തീരുമാനിച്ചത്. നവംബറിൽ ഇക്കാര്യം LDF യോഗം പരിഗണിച്ചിരുന്നെങ്കിലും നടപ്പാക്കാൻ വൈകിയിരുന്നു. ചെറുപയർ, ഉഴുന്ന്, വൻകടല, വൻപയർ, തുവരപ്പരിപ്പ്, മുളക്, മല്ലി, പഞ്ചസാര, വെളിച്ചെണ്ണ, ജയാരി, കുറുവാരി, മട്ട അരി, പച്ചരി എന്നിവയാണ് വില വർദ്ധിക്കുന്ന 13 ഇനം സാധനങ്ങൾ. സർക്കാരും സപ്ലൈകോയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് വില കൂട്ടാനുള്ള തീരുമാനം. മാസം 40 ലക്ഷം വരെ റേഷൻ കാർഡ് ഉടമകളാണ് സപ്ലൈകോയിലെത്തി സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.